ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദേവാലയം നമുക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. ഈ ഭൂമിയിൽ ദേവാലയത്തേക്കാൾ ഉപരിയായി വിശുദ്ധമായ ഒരു സ്ഥലം ഇല്ല. അതുകൊണ്ടാണ് ദേവാലയം നമ്മളെല്ലാവരും അതിപ്രധാനമായ ഒരു ഇടമായിട്ട്, നമ്മളെയൊക്കെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് നമ്മളൊക്കെ ദേവാലയത്തെ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അവരെ വിഴുങ്ങിക്കളഞ്ഞു. അത് ജെറൂസലം ദേവാലയത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകളെ കണ്ട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന എഴുതപ്പെട്ട വചനം യോഹന്നാൻ ശ്ലീഹ ഇവിടെ എടുത്തു പറയുകയാണ്. ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ദേവാലയം പണിയുന്നത് സോളമനാണ്. സോളമൻ ദേവാലയം പണിയാനായിട്ട് ഒരുങ്ങി. ദാവീദ് രാജാവ് ദേവാലയം പണിയാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചു. സോളമൻ രാജാവ് അതിൻ്റെ പണി ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പം ദേവാലയം എന്ന ആ മനോഹരമായ ആശയം മനുഷ്യൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടപ്പാകാൻ പോകുന്ന ഒരു സമയമായിരുന്നു സോളമൻ രാജാവ് ആദ്യമായിട്ട് ദേവാലയം പണിയാത ആ സമയത്ത്. 1 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സോളമന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. കർത്താവ് സോളമനോട് ചോദിക്കുവാണ്, നീ എനിക്ക് ദേവാലയം പണിയാൻ പോവുകയാണല്ലോ. ഒറ്റ കാര്യം എന്ന് ചെയ്യേണ്ടു, എൻ്റെ ചട്ടങ്ങൾ ആചരിക്കണം, അനുശാസനങ്ങളെല്ലാം അനുസരിക്കണം, കൽപ്പനകളും പാലിച്ച് നടന്നാൽ നിൻ്റെ പിതാവായ ദാവീദിനോട് ഞാൻ കുറേ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഇവിടെ തുടർന്നുകൊണ്ടേ പോകും, നീയും ആ വഴിയിൽ അനുഗ്രഹിക്കപ്പെടും. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ എനിക്ക് ഒരു ആലയം പണിയാൻ പോവുകയാണല്ലോ. എത്ര മനോഹരമായിട്ടാണ് ദൈവം സോളമനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലും വലിയൊരു അനുഗ്രഹം സോളമന് കിട്ടാനില്ല. ദൈവത്തിൽ നിന്ന് നേരിട്ട് ഒരു അഭിനന്ദനം, ദൈവത്തിൻ്റെ ഒരു അംഗീകാരം, അത് സോളമൻ അവന് കിട്ടിക്കഴിഞ്ഞു. ഇനി മനോഹരമായിട്ട് അവന് ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കാം. കർത്താവിൻ്റെ ആശീർവാദം അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഉണ്ട്. ദൈവം ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്, എൻ്റെ ചട്ടങ്ങൾ ആചരിക്കണം, എൻ്റെ അനുശാസനങ്ങൾ നീ അനുസരിക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം നീ ഇത് ചെയ്യുമ്പോൾ കടന്നു പോകേണ്ടത്. നീ ദേവാലയം പണിയുകയും ഒപ്പം നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ നിനക്ക് അവകാശമില്ല എന്ന് കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പിതൃസ്നേഹം നമുക്കിവിടെ കാണാം. ദൈവം അവനോട് സംസാരിച്ചു എന്ന് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. തലമുറകളോളം അവനെ അങ്ങ് അനുഗ്രഹിക്കുകയാണ്. അതിൽ കൂടുതൽ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്നും കിട്ടാനില്ല. അത്രത്തോളം വലിയൊരു അനുഗ്രഹമാണ് സോളമന് കർത്താവ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ അനുഗ്രഹിക്കാൻ മാത്രമാണ് ദൈവത്തിന് എപ്പോഴും അറിയാവുന്നത്, എപ്പോഴും അനുഗ്രഹിക്കാൻ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നതും. അപ്പം 2-3 കാര്യങ്ങളാണ്. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് ദാവീദിനോട്. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. പിന്നെ സിംഹാസനത്തിലിരിക്കാൻ ഒരു അവകാശി ഇല്ലാതെ പോവുകയില്ല. സിംഹാസനത്തിലിരിക്കാൻ പരമ്പരാഗതമായിട്ട് ഈ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് മക്കളുടെ മക്കൾ അങ്ങനെ അവകാശികളായിട്ട്, അങ്ങനെ ഒരു അവകാശി ഇല്ലാത്ത ഒരവസ്ഥ വരില്ല. പിന്നെയോ ഇസ്രായേലിൽ നിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ദാവീദിൻ്റെ സിംഹാസനം എന്നാണ് പറയുന്നത്. ഇസ്രായേലിൽ എന്നേക്കും നിൻ്റെ സിംഹാസനം ഞാൻ നിലനിർത്തും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പം ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചു. ദാവീദിനോട് ഈ വാഗ്ദാനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോളമനോട് കർത്താവ് ആവർത്തിച്ചു പറഞ്ഞു, നീ ദേവാലയം പണിയാൻ പോവുകയാണല്ലോ, നീ എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും കൽപ്പനകൾ അനുസരിച്ചും നീ നടക്കണം. നീ പിതാവായ ദാവീദിനോട് ചെയ്ത എല്ലാ വാഗ്ദാനവും നിന്നിൽ ഞാൻ നിറവേറ്റും. കർത്താവ് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്.
ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവം അവിടെ അനുഗ്രഹിക്കാൻ ആരംഭിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാമത്തെ അധ്യായം 29-ാമത്തെ തിരുവചനം, ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമൻ്റെ ജ്ഞാനം. അപ്പോൾ സോളമൻ രാജാവിൻ്റെ ഒരു പ്രത്യേകത, എല്ലാം തികഞ്ഞവനായിരുന്നു. അവന് അപാരമായ അളവറ്റ ജ്ഞാനവും കൊടുത്തു, ഉൾക്കാഴ്ച കൊടുത്തു, കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും. തെറ്റുകൾ നിറഞ്ഞവരും പാപികളും അങ്ങനെ ഒരാളെ പോലും തള്ളിക്കളയാത്ത വിശാലമായ ഹൃദയത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. പിന്നെയോ അവൻ അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും നൽകി. അതുകൊണ്ട് സോളമന് ജീവിതത്തിൽ ഒരിക്കലും തെറ്റുപറ്റില്ല. ശരിയായത് മാത്രമേ അവൻ്റെ വായിൽ നിന്ന് വീഴുകയുള്ളൂ, അവൻ്റെ അധരത്തിൽ നിന്ന് വീഴുകയുള്ളൂ. അവൻ്റെ കരങ്ങൾ എപ്പോഴും, അവൻ്റെ പാദങ്ങൾ എപ്പോഴും നന്മയിലൂടെ മാത്രമേ പോകുകയുള്ളൂ. അതാണ് ദൈവം അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും അവന് നൽകി. അവനൊരിക്കലും തെറ്റുപറ്റില്ല. ഈ തെറ്റുപറ്റാത്ത ഒരു ജീവിതം, അത് ഒരുപാട് ഈജിപ്തിലെയും പൗരസ്ത്യദേശത്തെയും അതിശയിക്കുന്നതായിരുന്നു. അവിടെയൊന്നും, ആ പ്രദേശത്തൊന്നും ഇത്രത്തോളം ജ്ഞാനമുള്ള, ഇത്രത്തോളം പരിജ്ഞാനമുള്ള, ഉൾക്കാഴ്ചയുള്ള, ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനുമില്ലായിരുന്നു. അത് ദാവീദിൻ്റെ പുത്രനായ സോളമൻ രാജാവിന് ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ ഒരു ഫലമായിരുന്നു. ഏത് കാര്യത്തെക്കുറിച്ചും അവന് അറിവുണ്ട്. എന്ത് സംഭവിക്കുന്നു, അപകട സാധ്യതകളെ എങ്ങനെ ചെയ്യണം, ഇപ്പം ദേവാലയം പണിയുന്നു, എങ്ങനെയാണ് നടത്തേണ്ടത്, അവന് വളരെ കൃത്യമായി ദൈവം അറിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിശാലമായ ഹൃദയത്തിൽ അവൻ എല്ലാവരെയും ഉൾക്കൊണ്ടു. കഴിവുള്ളവരെയും കഴിവില്ലാത്തവരെയും പരാജയങ്ങളോടും എല്ലാത്തിനോടും അവൻ വളരെ ഹൃദ്യമായി പെരുമാറി. ഇസ്രായേലിനെ ദൈവം എങ്ങനെയാണ് സ്നേഹിച്ചത്? ഇസ്രായേലിനെ ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ ശിക്ഷ എന്ന് പറയുന്നതോ കോപം എന്ന് പറയുന്നതോ അത് ദൈവത്തിനുള്ളതല്ല. പക്ഷേ മനുഷ്യൻ വഴിതെറ്റി കഴിയുമ്പോൾ മാത്രമാണ് ദൈവം ആ വഴിയിലേക്ക് നീങ്ങുന്നത്. അപ്പം കർത്താവ് അവനെ ഓർമ്മപ്പെടുത്തുന്ന, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. അവന് വലിയ ഒരു മുന്നറിയിപ്പും കൂടെ കൊടുക്കുകയാണ്. എനിക്ക് നീ ഭവനം പണിയുകയാണല്ലോ. ഒരു ഭവനം പണിയുമ്പോൾ അതിനു വേണ്ട എല്ലാ ജാഗ്രതയും നിനക്കുണ്ടാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചാലും നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഭവനങ്ങൾ പണിയാറുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാറുണ്ട്, നമ്മൾ വണ്ടി വാങ്ങാറുണ്ട്, നമ്മൾ വീട് പണിയും, സ്ഥലം മേടിക്കും, വീട് വിൽക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നു, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാനായിട്ടൊക്കെ വിടുന്നു. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ നിത്യവും ആരംഭിക്കുന്നുണ്ട്. വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ സ്റ്റെപ്പുകൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ ഇത് ചെയ്യാൻ പോവുകയാണല്ലോ, ഇതാണ് നീ ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യണം? നീ എൻ്റെ ചട്ടങ്ങളനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും. ദൈവത്തിന് അത് പറയാനുള്ളൂ. അത് പറഞ്ഞ് നീ അത് നിവർത്തിച്ച് ഉള്ള ഒരു ജീവിതമാണ് നിൻ്റേതെങ്കിൽ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉറപ്പാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ പോകുമ്പോഴാണ്. ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് നമ്മൾ അകന്നു കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ നമുക്ക് നഷ്ടപ്പെടുന്നത്. ദേവാലയം അതിമനോഹരമായിട്ട് സോളമൻ പണി തീർത്തു. ദേവാലയത്തിൻ്റെ പണിയെക്കുറിച്ചും ദേവാലയത്തിൻ്റെ ഭംഗിയെക്കുറിച്ചും ഒക്കെ വചനത്തിൽ പറയുന്നുണ്ട്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത്, ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ പണിയുന്ന ദേവാലയങ്ങളെ കിടപിടിക്കുന്നതായിരുന്നു സോളമൻ രാജാവ് അന്ന് പണിത ആ ദേവാലയം. അതിമനോഹരമായിട്ട് അവൻ തീർത്തു. ദേവാലയത്തിൻ്റെ ഉൾവശം മുഴുവൻ ദേവദാരുപ്പുണ്ട് അവൻ പൊതിഞ്ഞു. തറയിൽ മുഴുവൻ സരളമരം അവൻ വിരിച്ചു. ശ്രീകോവിലിന് മുൻപിൽ സ്വർണത്തിൻ്റെ ചങ്ങല. പിന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ തിരുവചനം പറയുന്നു, ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ഈ ആർഭാടമൊന്നും ദൈവം അവനെ തടഞ്ഞില്ല. കാരണം അത്ര മഹത്വപൂർണനായ ദൈവത്തിന് അതിമനോഹരമായിട്ട് അവൻ ദേവാലയം പണിതപ്പോൾ ദൈവം അതിനെല്ലാം ഒരു ആശീർവാദം, ഒരു അനുഗ്രഹം കൊടുത്തു. ഭൗതികമായ നന്മകൾ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ അനുവദിക്കാറുണ്ട്. നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ. നമ്മൾ അതിനൊരു ഉദാഹരണം കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ലാസറിൻ്റെ സഹോദരി മറിയം ലാസറിൻ്റെ വീട്ടിലായിരുന്ന കർത്താവിനെ ശുദ്ധമായ നാർദിൻ തൈലം കൊണ്ട് അവൻ്റെ പാദങ്ങളിൽ പൂശിയപ്പോൾ യൂദാസ് പറയുന്നുണ്ട്, എന്തിനാ ഈ പാഴ്ചെലവ്? ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു, ഇത് വിറ്റിട്ട് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ ഈശോ വളരെ വ്യക്തമായ മറുപടി അവിടെ കൊടുക്കുന്നുണ്ട്. അവളെ തടയണ്ട
എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. പിന്നെ ഈശോ പറയുന്ന വ്യക്തമായൊരു കാര്യമുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം മോശമായിട്ടില്ല, ആ പണം മുടക്കിയത് തെറ്റായിട്ടില്ല, അവൾ ചെയ്തത് ശരിയാണ് എന്ന് കർത്താവിൻ്റെ അടുത്ത വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദരിദ്രരെപ്പോഴും നിങ്ങളോട് കൂടിയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അന്നേരം ആ സമയത്ത് ഈശോയുടെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശിയത് വളരെ നന്നായിരിക്കുന്നു എന്ന് കർത്താവ് അവിടെ അംഗീകരിക്കുകയാണ്. അതുപോലെ തന്നെ സോളമൻ രാജാവ് ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ സോളമൻ രാജാവിൻ്റെ ആ പണിയെ മുഴുവനും കർത്താവ് അനുഗ്രഹിച്ചു. സോളമൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പണി തീർത്തപ്പോൾ വളരെ വലിയ അനുഗ്രഹങ്ങൾ അവന് നൽകി. കർത്താവ് അവനെ ഓർമ്മിപ്പിച്ചിരുന്നു, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ, എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ച് എൻ്റെ കൽപ്പന പാലിച്ച് നടന്നാൽ നിൻ്റെ പിതാവിനോട് ഞാൻ ചെയ്ത എല്ലാ വാഗ്ദാനവും ഞാൻ നിറവേറ്റും. ഇത് ഒരു ഓർമ്മിപ്പിക്കലായിരുന്നു. കൂടെ അവനെ ഓർക്കാനായിട്ട് ദൈവം അവനെ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ കർത്താവിൻ്റെ ഏത് ശുശ്രൂഷയുടെ മേഖലയിൽ ഇരിക്കുന്നവർക്കും, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നവർക്കും, കർത്താവിന് വേണ്ടി ഏത് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കർത്താവ് നടത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്, നീ ഇത് ചെയ്യാൻ പോവുകയാണല്ലോ, നീ എനിക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുകയല്ലേ, പക്ഷേ നീ എന്ത് ചെയ്യണം? നീ വിശുദ്ധനായിരിക്കണം, നിൻ്റെ വഴികൾ വിശുദ്ധമായിരിക്കണം, നിൻ്റെ കൈകൾ നിർമ്മലമായിരിക്കണം, നിൻ്റെ അധരങ്ങൾ നിർമ്മലമായിരിക്കണം, നിൻ്റെ സംസാരം വിശുദ്ധമായിരിക്കണം, എല്ലാം വിശുദ്ധമായിരിക്കണം. നീ എൻ്റെ ചട്ടങ്ങൾ പാലിച്ചു തന്നെ നീ നടക്കണം. അപ്പോഴാണ് നീ ചെയ്യുന്ന എല്ലാ മേഖലകളും, എല്ലാ ശുശ്രൂഷയുടെ മേഖലകളിലും അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കുന്നത്. നീ എടുത്തു വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പും അനുഗ്രഹമായി മാറുന്നത്. നീ ആരോട് വചനം പറയുന്നോ, നീ ആരെ ഉപദേശിക്കുന്നുവോ അത് അവൻ കേൾക്കുന്നത്, അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അത് പതിയുന്നത് നിൻ്റെ ജീവിതം വിശുദ്ധമാകുമ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഏതൊരു ശുശ്രൂഷയും അഭിഷേകമില്ലാതെ ആയി പോകുന്നുവെങ്കിൽ, ഏതൊരു ശുശ്രൂഷയ്ക്കും കൃപ കിട്ടാതെ വരുന്നെങ്കിൽ, ഫലം കാണാതെ വരുന്നെങ്കിൽ, ശുശ്രൂഷകർ ആദ്യം ചിന്തിക്കണം, ഞാൻ വിശുദ്ധിയിൽ നിന്നിട്ടാണോ ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന്. എൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ട് ഞാൻ വെറുതെ അധരവ്യായാമം ചെയ്യുന്ന വിധത്തിൽ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഫലം കിട്ടിക്കണം എന്ന നിർബന്ധമില്ല. അതുകൊണ്ടാണ് സോളമനെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്, നീ എനിക്ക് വേണ്ടി ആലയം പണിയാൻ പോവുകയാണല്ലോ, നീ എന്ത് ചെയ്യണം? നീ ചട്ടങ്ങളെല്ലാം അനുസരിച്ച് അനുശാസനങ്ങളൊക്കെ കാത്തു പാലിച്ച് നീ അത് ചെയ്യണം. അപ്പോൾ ദൈവം പഴയ വാഗ്ദാനങ്ങളുണ്ട്, അത് ഒന്നൊഴിയാതെ എല്ലാം കർത്താവ് നിറവേറ്റും. 1 രാജാക്കന്മാർ 9-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ അവിടെ സോളമനോട് കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം അവിടെ സദാ ഉണ്ടായിരിക്കും. നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഈ ദേവാലയം വിശുദ്ധീകരിച്ചിരിക്കുന്നു. നിൻ്റെ പണികളൊക്കെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. നിൻ്റെ വാക്കുകൾ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. നിൻ്റെ എല്ലാ പ്രവൃത്തികളിലും എൻ്റെ ആശീർവാദം ഉണ്ടായിരുന്നു. എന്നേക്കുമായി നീ എൻ്റെ നാമം പ്രതിഷ്ഠിച്ചു, ഞാനത് വിശുദ്ധീകരിക്കുന്നു. എപ്പോഴും ഞാൻ അതിനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതിനെ എപ്പോഴും കടാക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു കുറവും ഞാൻ അവിടെ വരുത്തില്ല. അപ്പോൾ സോളമൻ ദേവാലയത്തിൻ്റെ ആശീർവാദം നടത്തി മനോഹരമായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ട് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അങ്ങ് ഈ ആലയത്തിൽ ഇരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി ഞങ്ങളിവിടെ തകർന്നു വന്ന് ഈ ആലയത്തിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഞങ്ങൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്, നീ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ വളരെ മനോഹരമായ പ്രാർത്ഥന സോളമൻ രാജാവ് അന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. കർത്താവ് ആ ദേവാലയത്തിന് എപ്പോഴും എൻ്റെ കടാക്ഷം അതിന്മേലുണ്ടായിരിക്കും എന്നൊക്കെ കർത്താവ് പറഞ്ഞു. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. സോളമൻ രാജാവ് വഴിതെറ്റി. സോളമൻ വഴിതെറ്റിയപ്പോൾ കർത്താവ് തൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം പിൻവലിക്കുവാനായിട്ട് ആരംഭിച്ചു. 2 രാജാക്കന്മാർ 11-ാമത്തെ അധ്യായം 9-10 തിരുവചനങ്ങൾ. 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും
അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു. കർത്താവ് സോളമനോട് അരുളി ചെയ്തു, നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല. നിന്റെ മകൻ്റെ കൈകളിൽ നിന്ന് ഞാനത് വേർപെടുത്തും. സങ്കടകരമായ ഒരു വാക്കാണിത്. അനുഗ്രഹവും വീണ്ടും വീണ്ടും അനുഗ്രഹവും കൃപകളും നിറഞ്ഞ സോളമൻ്റെ ജീവിതം, പണിതീർത്ത ദേവാലയം, ഇതെല്ലാം എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം അതിന്മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. നീ എൻ്റെ കൽപ്പനകളൊക്കെ പാലിച്ച് നടന്നാൽ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. കർത്താവ് ഇങ്ങനെ വാഗ്ദാന പെരുമഴകൾ കൊണ്ട് സോളമൻ്റെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിച്ച്, ആ ദേവാലയത്തെയും അനുഗ്രഹിച്ച്, അവിടെ മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നതായിരുന്നു. പക്ഷേ സോളമൻ വഴിതെറ്റിയപ്പോൾ കർത്താവ് സോളമനെ വഴക്കു പറയുന്നു. 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു. കർത്താവ് സോളമനോട് അരുളി ചെയ്തു, നിന്റെ മനസ്സ് ഇങ്ങനെ തിരിഞ്ഞല്ലോ. നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല. നിന്റെ മകൻ്റെ കൈകളിൽ നിന്ന് ഞാനത് വേർപെടുത്തും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ അനുഗ്രഹം നഷ്ടപ്പെടുന്ന ഒരു വഴിയാണിത്. ജീവിതത്തിലെ കൃപകൾ നഷ്ടപ്പെടുന്ന ഒരു വഴി. നമ്മൾ അടിച്ചു കയറി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഓരോ കാര്യങ്ങൾ ആരംഭിച്ച് നമ്മൾ പോരും. നമ്മൾ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ നമ്മൾ മറക്കും. നമ്മളെ അനുഗ്രഹിച്ച ദൈവം പലതവണ ദൈവം താക്കീത് നൽകും. വീണ്ടും വീണ്ടും ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തും. കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളിലൂടെ, കൊച്ചു കൊച്ചു അപകടങ്ങളിലൂടെ തിരിഞ്ഞു നോക്കാനുള്ള ചില അവസരങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരും. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ചില അവസരങ്ങളൊക്കെ തരുമ്പോൾ ഈ അവസരങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചും ചിലപ്പോൾ അതിന് ഭൗതികമായ നടപടികളിൽ മാത്രം കിടന്ന് പുറകോട്ടൊന്ന് ചിന്തിക്കാതെ, ഞാൻ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോയോ എന്നൊന്ന് ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ വഴിയിൽ തിരക്കിട്ട് നമ്മളെ യാത്ര ചെയ്യും. നമ്മൾക്ക് സമയമില്ല വചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ. നമ്മൾ മെല്ലെ കർത്താവിൻ്റെ അടുത്ത് നിന്ന് പാദം മാറി ചവിട്ടി നമ്മൾ വഴി മാറി നടക്കാൻ തുടങ്ങി കർത്താവിൻ്റെ വഴിയിൽ നിന്നും. കർത്താവ് ഇതറിഞ്ഞപ്പോൾ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് നമുക്കിട്ട് ഓരോ തോണ്ടു തരും. അപ്പം ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ കേൾക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക്. അപ്പോൾ ഇവിടെ ദേവാലയം കർത്താവ് പറഞ്ഞു, നിന്നിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് നിൻ്റെ ദാസന് നൽകും. ദേവാലയം പണിയാൻ ചെലവഴിച്ച പണം അത് കർത്താവിനൊരു വിഷയമല്ല. അതിനുവേണ്ടി ചിലവഴിച്ച അധ്വാനങ്ങളും സമയവും, അതിനുവേണ്ടി കൊടുത്ത ചിലവുകൾ, ഇതൊന്നും കർത്താവിനൊരു വിഷയമല്ല. കർത്താവിനൊന്നേ ഉള്ളൂ, അവിടെ അവിടുത്തെ ഇഷ്ടം നടക്കുന്നുണ്ടോ? ആ ദേവാലയം പണിതവന് അവൻ അവിടുന്ന് വഴി മാറി ചവിട്ടിയിട്ടുണ്ടോ? കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിയ സോളമന് കർത്താവിൻ്റെ അടുത്ത് നിന്നും ശിക്ഷ തന്നെ കിട്ടി. സോളമന് ശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. സോളമൻ്റെ 2 മക്കളും രാജ്യം ഭരിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു, ജെറോബാമും റഹോബാമും. ഈ 2 പേരും അവരുടെ ജീവിതകാലത്ത് തന്നെ രാജ്യത്തെ നശിപ്പിച്ചു. കർത്താവിൻ്റെ കാലം വരെ കുറച്ച് നന്മയും കൂടുതൽ തിന്മയുമായി ദേവാലയവും ആ ജനത്തിൻ്റെ ജീവിതവും ഒക്കെ നിലനിന്നു. കർത്താവ് ഒത്തിരിയേറെ പരിശ്രമിച്ചു. പക്ഷേ ആ ദേവാലയം തകർച്ചയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ആ ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാരടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നുവല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. ദേവാലയം പലതവണ നാശത്തിനും പുനരുദ്ധരിക്കലിനുമൊക്കെ ഇടയായി. അവസാന ശിഷ്യന്മാർ കർത്താവിനെ ദേവാലയത്തിൻ്റെ മനോഹരമായ പണിയെക്കുറിച്ച് കാണു കൊടുക്കുക. കർത്താവ് അതിൻ്റെ മനോഹരമായ പണിയിലല്ല ശ്രദ്ധിക്കുന്നത്. നിങ്ങളീ കാണുന്നവ
കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരും. അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു. നമ്മൾ കർത്താവിൻ്റെ മരണത്തിൻ്റെ ശേഷം കർത്താവ് വേദനിച്ചത് ആ ദേവാലയത്തിൽ നിന്ന് ഒത്തിരി കർത്താവ് വേദനിച്ചു. ഈ ലോകത്തിൻ്റെ അധികാരി ദൈവപുത്രനായ ഈശോ ആ ദേവാലയത്തിൽ നിന്ന് വേദനിക്കാനും ആ ദേവാലയത്തിൽ നിന്ന് കരയാനും ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അവിടുത്തെ വിഴുങ്ങിക്കളയാനും എല്ലാം ഇടയാക്കി. കർത്താവ് ഒത്തിരിയേറെ ആഗ്രഹത്തോടുകൂടിയാണ് സോളമനെ കൊണ്ട് അത് പണിയിപ്പിച്ചത്. പിന്നെ അതൊരുപാട് നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമൊക്കെ ഇടയായി. കർത്താവിൻ്റെ കാലമായപ്പോഴേക്കും ആ ദേവാലയത്തിൽ ഒരുപാട് തിന്മകൾ ഇങ്ങനെ നടമാടുകയാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. കല്ലിന്മേൽ കല്ല് ശേഷിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കല്ല് എടുത്തു വെച്ച് ലെവൽ നോക്കി വീണ്ടും അതിൻ്റെ മുകളിൽ കല്ല് വെച്ച് അങ്ങനെ കെട്ടി പൊക്കുക. അപ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ന് പറയുമ്പോൾ ഒരു കല്ലിന്മേൽ വേറൊരു കല്ല് പോലും ഇല്ലാത്ത വിധം തകർച്ച പൂർണ്ണമായി എന്ന് അർത്ഥം. തകർച്ച പൂർണ്ണമായി, ഒരു കല്ലിൻ്റെ പുറത്ത് വേറൊരു കല്ല് പോലും ഇല്ലാത്ത, ആ ഭിത്തി മുഴുവനും നഷ്ടപ്പെട്ട, എല്ലാം ഇല്ലാതായ ഒരു അവസ്ഥ. അതായത് തകർച്ച പൂർണ്ണമായി എന്നുള്ളതാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ കല്ലിന്മേൽ കല്ല് പെറുക്കി വെച്ച് കെട്ടി ഉയർത്തി അങ്ങനെയാണ് പള്ളി വളർന്നു വരുന്നത്. പക്ഷേ ഇവിടെ ഒന്നുമില്ലാതെ, ഒരു കല്ലിൻ്റെ പുറത്ത് വേറൊരു കല്ലില്ലാത്ത വിധം തകർന്നു പോയി. AD 66 ദേവാലയം റോമാക്കാർ ദേവാലയം കത്തിവെച്ച് നശിപ്പിച്ചു. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവിൻ്റെ നാമം എന്നും നടമാടേണ്ട, കർത്താവിൻ്റെ ഹിതം എന്നും അവിടെ നടക്കേണ്ട ഒരു സ്ഥലമാണ് ദേവാലയം. ഇങ്ങനെ ഈ മനോഹരമായ ഈ ദേവാലയം ഇവിടെ പൊങ്ങി വന്നു. കർത്താവിൻ്റെ തിരുമനസ്സ് നിറവേറിയിരുന്നെങ്കിൽ ഇന്നൊരു മഹാ അത്ഭുതമായിട്ട് ആ ദേവാലയം നിലനിൽക്കുമായിരുന്നു. പക്ഷേ AD 66 ഈ ദേവാലയം റോമാക്കാർ തീവച്ച് നശിപ്പിച്ചു. പിന്നെ ഈശോയുടെ ഭരണകാലത്തും റോമാക്കാരാണ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോമാക്കാരുമായിട്ടുള്ള ബന്ധം വഷളായി, വീണ്ടും വഷളായി, ഒത്തിരിയേറെ പ്രശ്നങ്ങളായി. AD 132 വരെ വളരെ ശാന്തമായി കടന്നുപോയി. ജെറൂസലേമിലെ യഹൂദരും റോമാക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരുന്നു. അതിനൊരു കാരണം, ഈശോയുടെ മരണസമയത്ത് ഈശോയെ കൊല്ലാനായിട്ട് അവർ സീസറിനെ ചാരി, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല എന്ന് വിളിച്ചു പറഞ്ഞവരാണ്. സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല എന്ന് വിളിച്ചു പറഞ്ഞവരാണ് ദൈവമക്കളായ ഈ ഇസ്രായേൽക്കാർ. പക്ഷേ ആ സീസറുമായിട്ടുള്ള ബന്ധം തന്നെ കർത്താവിനെ അവർ കൊന്നുകളഞ്ഞു. സീസറിൻ്റെ കൂട്ടുപിടിച്ച്, പിലാത്തോസിനെ കൂട്ടുപിടിച്ച് കർത്താവിനെ കൊന്നുകളഞ്ഞു. പക്ഷേ ആ ദേവാലയം കർത്താവിൻ്റെ കണ്ണീരും കർത്താവിൻ്റെ ചോരയും കർത്താവിൻ്റെ വേദനകളും അവിടെ നിറഞ്ഞു. പൂർണ്ണമായും ആ ദേവാലയം റോമാക്കാർ തന്നെ കത്തിച്ചു കളഞ്ഞു. പിന്നീട് അങ്ങോട്ട് നമ്മൾ ലോകചരിത്രം നോക്കിയാൽ AD 306 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരവും, AD 313 മിലാൻ വിളംബരവും, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലന രാജ്ഞി കർത്താവിൻ്റെ കുരിശ് കണ്ടുപിടിച്ചതും, ഒലിവുമലയിൽ ധാരാളം ദേവാലയങ്ങൾ തീർത്തതും, ക്രിസ്തീയ പഠന കേന്ദ്രങ്ങൾ ജെറൂസലേമിൽ വളർന്നു വന്നതുമെല്ലാം യഹൂദ മതത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കി. അങ്ങനെ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് യഹൂദ മതം പോയി. ഒരിക്കൽ അവർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഈ യഹൂദർ ചിതറിക്കപ്പെട്ടു. പിന്നെ നമ്മുടെ കാലത്ത് 1948 മെയ് 14 വരെ ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇസ്രായേൽ രൂപപ്പെടുന്നത്. എങ്കിലും ഇന്നും അവർക്കൊരു ദേവാലയം ഇല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കുകയില്ലെന്നും സിംഹാസനത്തിലിരിക്കാൻ അവകാശമില്ലാതെ വരില്ലെന്നും ഇസ്രായേൽ നിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തുമെന്നും കർത്താവിൻ്റെ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. ആ വാഗ്ദാനം നിറവേറ്റാൻ കർത്താവിനെ, ദൈവത്തെ ജനം അനുവദിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറൂസലം ദേവാലയം അങ്ങനെ ഇല്ലാതായി തീർന്നു. വലിയ താല്പര്യത്തോടു കൂടിയാണ് ആ ദേവാലയത്തിൻ്റെ പണി നടന്നപ്പോഴും അത് പണി തീർന്നപ്പോഴും കർത്താവിനായി പ്രതീക്ഷിക്കപ്പെട്ടപ്പോഴും ആ ജനം ജീവിച്ചത് വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷയും അതിന്മേൽ ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ
എനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട ആ ദേവാലയത്തിൽ എൻ്റെ കടാക്ഷം സദാ അതിന്മേലുണ്ടാവും. ഇങ്ങനെയൊക്കെ വന്നതാണ്. പക്ഷേ ഇന്ന് ദേവാലയം പൂർണ്ണമായും ഇല്ലാതായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദേവാലയത്തിൻ്റെ നാശത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആലയങ്ങളാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മളിൽ ഈശോ വസിക്കുന്നു. നമ്മുടെ ശരീരരക്തങ്ങൾ, നമ്മുടെ ശിരസ്, നമ്മുടെ ശരീരം കർത്താവിനെ വഹിക്കുന്നതാണ്. അപ്പോൾ കർത്താവിനെ വഹിക്കുന്ന ഈ ആലയം, ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആലയങ്ങളായ നാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് എതിരായി നടന്നാൽ, കർത്താവിൻ്റെ വഴികളിൽ നിന്ന് മാറി നടന്നാൽ, നമുക്കും ജെറൂസലം ദേവാലയത്തിൻ്റെ അതേ അവസ്ഥ വന്നു ചേരും. നമുക്ക് പ്രാർത്ഥിക്കാം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ മനസ്സിൽ, എൻ്റെ ഓർമ്മയിൽ, ചിന്തയിൽ, ബുദ്ധിയിൽ, എൻ്റെ ശരീരത്തിൽ, മനസ്സിൽ ഒന്നും നടക്കരുതേ. കർത്താവിനോട് സ്വളം, നീ എനിക്ക് ദേവാലയം പണിയാൻ ഒരുങ്ങുകയാണല്ലോ, എൻ്റെ ചട്ടങ്ങളനുസരിച്ച് നീ നടക്കണം, എൻ്റെ കൽപ്പനകളനുസരിച്ച് നീ നടക്കണം. കർത്താവിൻ്റെ ആലയങ്ങളായി നമ്മൾ ഓരോരുത്തരും തീർന്നിരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവിടുത്തെ തിരുശരീരരക്തങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ അവിടുത്തെ ആലയങ്ങളായി തീർന്നപ്പോൾ ഇനി ഈ ദേവാലയത്തിന്മേൽ കർത്താവിൻ്റെ കടാക്ഷം സദാ ഉണ്ടാവും. അത് ഇല്ലാതായി തീരാനും ദൈവം നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാനും നമുക്ക് വളരെ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ആലയമായി ഉയർത്തിയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമുക്ക് തന്നെ കാത്തു സൂക്ഷിക്കാം. അവിടുത്തെ ചട്ടങ്ങളനുസരിച്ച്, അവിടുത്തെ നിയമങ്ങളനുസരിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നീങ്ങാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഈ കൃപകളൊക്കെ കർത്താവ് നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ആലയങ്ങളായി തീർന്ന ഞങ്ങളെ എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കുവാൻ, ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും, ഞങ്ങളുടെ ബുദ്ധിയും ഓർമ്മയും ചിന്തയും വിചാരവികാര ഭാവനകളുമെല്ലാം അങ്ങയുടെ ആലയത്തിന് യോജിച്ചതാവാൻ, അങ്ങ് വസിക്കുന്ന ഒരിടത്തിന് യോജിച്ചതാവാൻ എപ്പോഴും ഇടയാക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.